Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ ക്യാമറ മാനേജർ എന്ന ഒരു ഫ്രീ ടൂളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 3ds Maxൽ ക്യാമറ മാനേജ്മെന്റ് ഈസി ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടൂളാണിത്. കൊറോണ, വീറേ തുടങ്ങിയ റെൻഡർ എഞ്ചിനുകളിലെ ക്യാമറകളിൽ ഡിഫറെന്റ് റെസൊല്യൂഷൻ, ഡിഫറെന്റ് ആസ്പെക്ട് റേഷ്യോ തുടങ്ങിയ സെറ്റ് ചെയ്ത് ഈസിയായി ബാച്ച് റെൻഡറിംഗിലേക്ക് ആഡ് ചെയ്യുന്നതിനായി ഈ ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ക്യാമറ മാനേജർ എന്ന ഈ ഒരു ടൂൾ 3ds Max സീനുകളിൽ ക്യാമറാസിനെ മാനേജ് ചെയ്യുന്നതിനായി എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ആക്സസ് ചെയ്യാമെന്നെല്ലാം ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ക്യാമറ മാനേജർ എന്ന ഈ ഒരു ടൂൾ നമ്മളിവിടെ ആക്സസ് ചെയ്തിരിക്കുകയാണ്. ഈ സീനിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ക്യാമറാസും സീൻ ക്യാമറാസ് എന്ന ഈ ഒരു സെക്ഷനിൽ കാണാവുന്നതാണ്. കൂടാതെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ക്യാമറ വ്യൂ ആക്റ്റീവ് ക്യാമറ എന്ന ഈ ഒരു സെക്ഷനിൽ കാണാവുന്നതാണ്. വ്യൂ പോർട്ടിൽ ഡിഫറെന്റ് ആസ്പെക്ട് റേഷ്യോസ് കാണുന്നതിനായി ക്യാമറ സെലക്ട് ചെയ്ത് ഷോ സേഫ് ഫ്രെയിംസ് എന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യേണ്ടതാണ്. ഇവിടെ താഴെ കാണുന്ന നെക്സ്റ്റ് ക്യാമറ എന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ക്യാമറ വ്യൂസിനെ ഇതുപോലെ വളരെ ക്വിക്കായി ചേഞ്ച് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ പ്രീവിയസ് ക്യാമറാസിനെയും വളരെ ക്വിക്കായി ഇതിൽ നിന്നും നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ക്യാമറ വ്യൂവിലെ ക്യാമറയെ സെലക്ട് ചെയ്യുന്നതിനായി സെലക്ട് ആക്റ്റീവ് ക്യാമറ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഓപ്ഷനിൽ ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ മോഡിഫൈയിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ക്യാമറയുടെ പാരാമീറ്റേഴ്സ് നമുക്കിവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇതുപോലെ ക്യാമറാസിനെ വളരെ ക്വിക്കായി സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിന്റെ പാരാമീറ്ററിൽ ചേഞ്ചസ് ചെയ്യാവുന്നതാണ്. 3ds Maxലെ സ്റ്റാൻഡേർഡ് ഫിസിക്കൽ ക്യാമറയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ക്യാമറ സെലക്ട് ചെയ്ത് ഈ ഒരു പാരാമീറ്ററിൽ നിന്നും ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ സെറ്റിംഗ്സ് ആയ യൂസ് FOV, എനേബിൾ ഡെപ്ത് ഓഫ് ഫീൽഡ്, എഫ് നമ്പർ, ഓട്ടോ വെർട്ടിക്കൽ ടിൽറ്റ്, എക്സ്പോഷർ തുടങ്ങിയ പാരാമീറ്ററുകൾ നമുക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നതാണ്. ഔട്ട്പുട്ട് സൈസ്, ഡിഫറെന്റ് റേഷ്യോസ് ഇവിടെ നിന്നും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പ്രിസെറ്റ്സ് എന്ന ഈ ഒരു സെക്ഷനിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ഓരോ ക്യാമറ വ്യൂസിനെയും ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. മാനുവലായി 3ds Maxൽ ഔട്ട്പുട്ട് സൈസ്, ആസ്പെക്ട് റേഷ്യോ തുടങ്ങിയ സെറ്റ് ചെയ്യുന്നതിനുള്ള ടൈം ഇതിലൂടെ സേവ് ചെയ്യാവുന്നതാണ്. കൊറോണ, വീറേ തുടങ്ങിയ റെൻഡർ എഞ്ചിനുകളിലെ ക്യാമറകളിലും വളരെ ഈസിയായി ക്യാമറാസിനെ മാനേജ് ചെയ്യുന്നതിനായി ക്യാമറ മാനേജർ എന്ന ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ക്യാമറ മാനേജറിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ഓപ്ഷൻ ബാച്ച് റെൻഡർ ആണ്. ഇതുപോലെ സീൻ ക്യാമറാസ് എന്ന ഒരു സെക്ഷനിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ക്യാമറ വ്യൂസിനെ സെലക്ട് ചെയ്ത് ആവശ്യമുള്ള ഔട്ട്പുട്ട് സൈസ്, റേഷ്യോസ് തുടങ്ങിയ സെറ്റ് ചെയ്തതിനു ശേഷം ആഡ് വ്യൂ ടു ബാച്ച് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓരോ വ്യൂസും ഡിഫറെന്റ് ഔട്ട്പുട്ട് സൈസ്, ഡിഫറെന്റ് ആസ്പെക്ട് റേഷ്യോസിൽ ബാച്ച് റെൻഡറിലേക്ക് വളരെ ക്വിക്കായി ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഈ ഒരു വ്യൂ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇതിന്റെ ഔട്ട്പുട്ട് പാത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് സെറ്റ് ചെയ്യുകയാണ്. ഫയൽ നെയിം, സേവ് എസ് ടൈപ്പ് ഇതുപോലെ സെറ്റ് ചെയ്ത് സേവ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഫയൽ നെയിം, ഔട്ട്പുട്ട് പാത്ത് തുടങ്ങിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ആഡ് വ്യൂ ടു ബാച്ച് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ക്യാമറ വ്യൂ ബാച്ച് വ്യൂസ് എന്ന ഈ ഒരു സെക്ഷനിൽ ഇതുപോലെ ആഡ് ആയതായി ഇവിടെ കാണാവുന്നതാണ്. ഇതുപോലെ മൾട്ടിപ്പിൾ വ്യൂസിനെ ആവശ്യമുള്ള ഔട്ട്പുട്ട് സൈസ്, ആസ്പെക്ട് റേഷ്യോ തുടങ്ങിയ സെറ്റ് ചെയ്തതിനു ശേഷം ബാച്ച് റെൻഡറിലേക്ക് ആഡ് ചെയ്ത് ക്വിക്കായി ബാച്ച് റെൻഡറിംഗ് ചെയ്യാവുന്നതാണ്. കൊറോണ, വീറേ തുടങ്ങിയ റെൻഡർ എഞ്ചിനുകളിൽ ഓരോ വ്യൂസിനും ഡിഫറെന്റ് ഔട്ട്പുട്ട് സൈസ്, ആസ്പെക്ട് റേഷ്യോസ് തുടങ്ങിയ സെറ്റ് ചെയ്യുന്നതിനും കൂടാതെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഓരോ ക്യാമറ വ്യൂസിനെയും അഡ്ജസ്റ്റ് ചെയ്ത് വളരെ ക്വിക്കായി ബാച്ച് റെൻഡറിലേക്ക് ആഡ് ചെയ്യാനും റെൻഡർ ചെയ്യുന്നതിനും ക്യാമറ മാനേജർ ടൂളിലൂടെ സാധിക്കുന്നതാണ്. ഇതൊരു ഫ്രീ സ്ക്രിപ്റ്റ് ആണ്. ഈ സ്ക്രിപ്റ്റിന്റെ ലിങ്ക് എച്ച് മീഡിയയുടെ വാട്സ്ആപ്പ് ചാനലിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത ക്യാമറ മാനേജർ എന്ന സ്ക്രിപ്റ്റ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഈ ഒരു സ്ക്രിപ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്ത് വ്യൂ പോർട്ടിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മളുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ക്യാമറ മാനേജർ എന്ന ഈ ഒരു ടൂളിനെ ഒരു ബട്ടനായി
3ds Maxന്റെ മെയിൻ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യുന്നതിനായി കസ്റ്റമൈസ് യൂസർ ഇന്റർഫേസ് ഓപ്പൺ ചെയ്യാം. ഇതിൽ ടൂൾ ബാർസിൽ ബംപ് ടൂൾസ് എന്ന ഈ ഒരു കാറ്റഗറിയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ആക്ഷൻസിൽ ഈ ഒരു ടൂൾ ഇവിടെ കാണാവുന്നതാണ്. ഇനി ന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഒരു ന്യൂ ടൂൾ ബാർ ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു ടൂൾ ബാറിലേക്ക് ആക്ഷൻസിൽ നിന്നും ഈ സ്ക്രിപ്റ്റിനെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. ഇനി ഒരു ടൂൾ ബാറിനെ നമ്മുടെ മെയിൻ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് 3D സീനുകളിൽ ക്യാമറാസിനെ മാനേജ് ചെയ്യുന്നതിനായി ക്യാമറ മാനേജർ എന്ന ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.